ഹായ് ഡിയർ മക്കളെ, വെൽക്കം ടു പൈറസ് ലേണിംഗ് അക്കാഡമി. ഇസ്മി അനന്തു. എടാ മക്കളെ, +2 സേ അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് എക്സാമുമായിട്ട് കണക്ട് ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. എൻ്റെ എല്ലാ മക്കളും സേ അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് എക്സാം എന്ന എല്ലാ മക്കളും ശ്രദ്ധിച്ച് വീഡിയോ കാണുക. കുറച്ച് സമയം അതിന് വേണ്ടി മാറ്റി വയ്ക്കുക, പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ പറഞ്ഞു തീർക്കാം. ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഞാൻ പറയാൻ പോകുന്നത്. പ്രാക്ടിക്കൽ എക്സാം എഴുതണോ വേണ്ടെന്ന് കുറേ കുട്ടികൾ ഡൗട്ട് ചോദിച്ചു. നിങ്ങളുടെ ഡൗട്ടുകളെല്ലാം കൂടെ ചേർത്താണ് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ മുന്നോട്ടും ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ പ്രതീക്ഷിക്കാം. ഇനി എക്സാം കഴിഞ്ഞതിന് ശേഷം ഞാൻ കണ്ടില്ല കേട്ടില്ല എന്നൊന്നും പറഞ്ഞിരിക്കില്ല മക്കളെ. ഞാൻ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് വീഡിയോ ചെയ്ത് നിങ്ങളെ അറിയിക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ ഓരോ കുട്ടികൾക്ക് റിപ്ലൈ കൊടുക്കുന്നതിനേക്കാളും ഭേദം ഒരുമിച്ച് വീഡിയോ ചെയ്യുന്നതാണ് നല്ലതെന്ന് തോന്നിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. ഇനി അത് കേട്ടില്ല എന്ന് പറയരുത്. ഞാൻ കഴിഞ്ഞ എക്സാമിൻ്റെ സമയത്ത് പറഞ്ഞതാണ് +1 എഴുതണോ +2 എഴുതണോ ഏതെഴുതണം, +2 എക്സാം എഴുതി കഴിഞ്ഞാൽ ആ മാർക്ക് എടുക്കത്തുള്ളൂ എന്നൊക്കെ പ്രത്യേകം ഞാൻ പറഞ്ഞ് വീഡിയോ ചെയ്തതാണ്. അത് കാണാതെ കുറേ കുട്ടികൾ വന്നിട്ട് പറയുവാണ്, സാറേ ഞാൻ അറിയാതെ അറ്റൻഡ് ചെയ്ത് പോയി, അപ്പോൾ ഇനി എന്ത് ചെയ്യും? ഇനി ഒന്നും ചെയ്യാനില്ല, അറ്റൻഡ് ചെയ്താൽ നിങ്ങൾ എഴുതിയ മാർക്ക് എടുക്കത്തുള്ളൂ എന്ന് ഞാൻ അന്ന് പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, ശ്രദ്ധിക്കാൻ പറഞ്ഞൊരു കാര്യമാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്ന ഓരോ വിവരങ്ങളും ഞാൻ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് നിങ്ങളോട് പറയുന്നത്. മക്കളെ, അത് ശ്രദ്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം മുന്നോട്ട് പോകാൻ. ഓക്കെ, തെറ്റ് വരുത്തരുത്. അതുകൊണ്ടാണ് മക്കളെ ഞാൻ പറയുന്നത് കേട്ടോ. നിങ്ങളുടെ ഒരു വർഷമൊക്കെ നഷ്ടപ്പെടുത്തരുത്. മക്കളെ, ആദ്യം നിങ്ങൾ അറിയേണ്ടത്, ഇത് ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്ത കാര്യങ്ങളാണ് ഇവിടെ പറയേണ്ടത്. യോഗ്യത 2025 മാർച്ചിൽ രണ്ടാം വർഷ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്ത് ഉന്നത പഠനത്തിന് യോഗ്യത നേടാൻ സാധിക്കാത്ത വിദ്യാർത്ഥികൾക്ക് ഈ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാം. ഇതിനായി 2025 മാർച്ച് പരീക്ഷയിൽ D+ ഗ്രേഡോ അതിന് മുകളിലോ നേടാനാവാത്ത വിദ്യാർത്ഥികൾ യോഗ്യത നേടാത്ത എല്ലാ വിഷയങ്ങൾക്കും രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ തോറ്റ സബ്ജക്റ്റുകൾക്ക് എല്ലാത്തിനും D+ കിട്ടാത്ത എല്ലാ സബ്ജക്റ്റും നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത് നിങ്ങൾക്ക് എക്സാം എഴുതാം, സേ എക്സാം എഴുതാം. ഓക്കെ, 2025 മാർച്ചിൽ ആദ്യമായി രണ്ടാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷ എഴുതി എല്ലാ വിഷയങ്ങൾക്കും D+ ഗ്രേഡോ അതിന് മുകളിലോ നേടിയവർക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിന് മാത്രം തങ്ങളുടെ ഗ്രേഡ് മെച്ചപ്പെടുത്താൻ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കാവുന്നതാണ്. പ്രൈവറ്റ് അല്ലെങ്കിൽ കമ്പാർട്ട്മെൻറ്റ് വിദ്യാർത്ഥികൾക്ക് ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് പങ്കെടുക്കാൻ യോഗ്യരല്ല. എന്ന് പറഞ്ഞാൽ കമ്പാർട്ട്മെൻറ്റൽ അല്ലെങ്കിൽ സേ എന്ന് പറഞ്ഞാൽ തോറ്റ കുട്ടികൾക്ക് ഇംപ്രൂവ്മെൻറ്റ് എക്സാം എഴുതാൻ പറ്റത്തില്ല. കാരണം ഇംപ്രൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ മക്കളെ, നമ്മൾക്ക് കിട്ടിയ മാർക്ക് ഓൾറെഡി പോകത്തില്ല. ആ മാർക്ക് അവിടെ സ്റ്റേ ചെയ്യും. അതിനേക്കാൾ കൂടുതൽ മാർക്ക് കിട്ടുവാണെങ്കിൽ അതെടുക്കും. അതാണ് ഇംപ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ പ്രത്യേകത. സേ എക്സാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ തോറ്റ സബ്ജക്റ്റിന് എഴുതുന്ന എക്സാമാണ്. തോറ്റ കുട്ടികൾക്ക് മാത്രമേ എഴുതാൻ പറ്റത്തുള്ളൂ. ഇനി കിട്ടുന്ന മാർക്ക് എത്രയാണോ അതേ എടുക്കത്തുള്ളൂ. അതാണ് മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ ഇംപ്രൂവ്മെൻറ്റ് എക്സാമും സേ എക്സാമിൻ്റെ കാര്യം മനസ്സിലായല്ലോ മക്കളെ. യെസ്. നെക്സ്റ്റ്, ബയോളജി പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യുന്ന വിദ്യാർത്ഥികൾ ബോട്ടണി പരീക്ഷയ്ക്കും സുവോളജി പരീക്ഷ എഴുതേണ്ടതാണ്. ഏതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ പോരെ, രണ്ടും എഴുതണം. 2025 മാർച്ചിൽ രണ്ടാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യാത്തവർക്ക് 2025 ജൂണിൽ നടക്കുന്ന സേ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യാൻ യോഗ്യതയില്ല. മക്കളെ, ഞാൻ നേരത്തെ എക്സാം രജിസ്ട്രേഷന് മുമ്പേ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. നിങ്ങൾക്ക് ഈ വർഷത്തെ സേ എക്സാം എഴുതണമെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം? രണ്ടാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. ഏതാണ് 2025 മാർച്ചിലെ രണ്ടാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യാത്തവർക്ക് ജൂണിൽ നടക്കുന്ന സേ എക്സാമിന് രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തില്ല. അതായത് 2025 നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ സേ എക്സാം എഴുതാൻ പറ്റത്തില്ല. 2025 രണ്ടാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യാത്തവർക്ക് 2025 നടക്കുന്ന, അതായത് 2025 ഇപ്പോൾ ഒരു +2 എക്സാം നടന്നല്ലോ മക്കളെ, അതിന് രജിസ്റ്റർ ചെയ്ത കുട്ടികൾക്ക് മാത്രമേ സേ എക്സാം എഴുതാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അത് രജിസ്റ്റർ ചെയ്യാത്ത കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് സേ എക്സാം എഴുതാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഈ ഒരു കാര്യം ഓർത്ത് വയ്ക്കുക. രജിസ്റ്റർ ചെയ്യാത്ത കുട്ടികൾക്ക് സേ എക്സാം എഴുതാൻ പറ്റത്തില്ല. പിന്നെ പരീക്ഷാർത്ഥി അതാത് വിഷയത്തിലെ ആത്യന്തിക മൂല്യനിർണ്ണയത്തിന്, അതായത് ടി ഹാജരായാൽ മതിയാവുന്നതാണ്. എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ എക്സാം എഴുതേണ്ട കാര്യമില്ല. ഇനി പ്രാക്ടിക്കൽ എക്സാം എഴുതാൻ സാധിക്കുന്ന എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രായോഗിക പരീക്ഷയ്ക്ക് ഹാജരാകാത്തവർ ഈ പരീക്ഷയ്ക്കൊപ്പം നിർബന്ധമായും പ്രായോഗിക പരീക്ഷയ്ക്ക് ഹാജരാകേണ്ടതാണ്. ഈ പ്രായോഗിക പരീക്ഷ എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ എക്സാം, അതായത് കെമിസ്ട്രി, ഫിസിക്സ്, മാത്സ് തുടങ്ങിയ സബ്ജക്റ്റുകൾക്ക്, ബയോളജി തുടങ്ങിയ സബ്ജക്റ്റുകൾക്ക് എന്താണ്, ലാബ് എക്സാം കൂടിയുണ്ട് അല്ലേ. അപ്പോൾ എല്ലാവരുടെ സംശയമാണ്, ലാബ് എക്സാം എഴുതണോ? മക്കളെ, ലാബ് എക്സാം അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ എഴുതുക. അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ലാബ് എക്സാം എഴുതണ്ട, നിങ്ങൾ തിയറി എക്സാം മാത്രം എഴുതിയാൽ മതി. അതാണ് തിയറി മാത്രം എഴുതിയാൽ മതി എന്നൊരു കാര്യമുണ്ട്. ഇപ്പം മനസ്സിലായല്ലോ കാര്യം. അതായത് ബയോളജി ഞാൻ എഴുതുവാണെങ്കിൽ ഞാൻ പ്രാക്ടിക്കൽ എക്സാം കൂടെ എഴുതണമെന്ന് കുറേ കുട്ടികൾ ഡൗട്ട് ചോദിച്ചായിരുന്നു. അപ്പോൾ ആ ഡൗട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത്തരം വിദ്യാർത്ഥികൾ പ്രായോഗിക മൂല്യനിർണ്ണയം, അതായത് പ്രാക്ടിക്കൽ എക്സാമിന് ഹാജരാകാതിരുന്നാൽ അവർ ആ വിഷയത്തിന് ആബ്സെൻ്റ് ആയി കണക്കാക്കപ്പെടും.
പ്രാക്ടിക്കൽ എക്സാം നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അത് നേരത്തെ നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അറ്റൻഡ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ നേരത്തെ അറ്റൻഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇത്തവണ അറ്റൻഡ് ചെയ്യാനുള്ള അവസരമുണ്ട്. അത് ചെയ്തില്ലെങ്കിൽ ആബ്സെൻ്റ് എന്ന രീതിയിലായിരിക്കും അവിടെ കിടക്കുന്നത് കേട്ടോ. അത് നിർബന്ധമായിട്ടും ഓർക്കേണ്ട കാര്യമാണ്. പിന്നെ കുറച്ച് കാര്യങ്ങളാണ്. ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. സ്ക്രീൻഷോട്ട് എടുത്ത് വായിച്ചു നോക്കുക കേട്ടോ. പരീക്ഷാർത്ഥിക്ക് 2025 മാർച്ചിൽ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്ത സ്കൂളിൽ നിന്ന് അപേക്ഷാ ഫോം വാങ്ങാവുന്നതാണ്. അപേക്ഷാ ഫോം നിങ്ങൾക്ക് വാങ്ങാം, അല്ലെങ്കിൽ ഞാൻ ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്യാം. നിങ്ങൾക്ക് അവിടെ നിന്ന് വേണമെങ്കിൽ അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്ത് പൂരിപ്പിക്കാം. പൂരിപ്പിച്ച അപേക്ഷകൾ നിശ്ചിത ഫീസ് സഹിതം നിശ്ചിത സമയപരിധിക്കുള്ളിൽ പ്രിൻസിപ്പളിന് സമർപ്പിക്കേണ്ടതാണ്. ഏത്? നിങ്ങൾ സ്കൂളിൽ ചെന്ന് അവിടെ ചെന്ന് ഫോം മേടിച്ചിട്ട് നിങ്ങൾക്ക് ഫില്ല് ചെയ്ത് അവിടെ തന്നെ കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോം ഡൗൺലോഡ് ചെയ്ത് വീട്ടിൽ ഇരുന്ന് ഫില്ല് ചെയ്തിട്ട് കൊണ്ട് കൊടുക്കാം. പക്ഷെ അവിടെ ചെന്ന് ഫില്ല് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഡൗട്ട് ഉണ്ടെങ്കിൽ ടീച്ചേഴ്സിനോട് ചോദിക്കാമല്ലോ. അപേക്ഷയിൽ വിദ്യാർത്ഥികൾ തങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ പതിപ്പിക്കേണ്ടതും അതായത് സ്കൂൾ പ്രിൻസിപ്പൽ സാക്ഷ്യപ്പെടുത്തേണ്ടതുമാണ്. ഓക്കെ, ബാക്കിയെല്ലാം പ്രിൻസിപ്പളിൻ്റെ ചെയ്യേണ്ട കാര്യമാണ്. പരീക്ഷാർത്ഥികൾ തങ്ങൾക്ക് ലഭിച്ച അഡ്മിഷൻ ടിക്കറ്റ് തെറ്റില്ല എന്നും ലഭിച്ച അഡ്മിഷൻ ടിക്കറ്റ് മാറിയിട്ടില്ലെന്നും ഉറപ്പുവരുത്തേണ്ടതാണ്. നിങ്ങൾക്ക് കിട്ടുന്ന സേ എക്സാമിൻ്റെ ഹോൾ ടിക്കറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചോണം കേട്ടോ. അതിനകത്ത് നിങ്ങളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ കറക്റ്റാണോ നോക്കുക. പിന്നെ എക്സാം എഴുതേണ്ടത് കറക്റ്റായിട്ടാണോ എക്സാം രജിസ്റ്റർ ചെയ്യുന്നതൊക്കെ നോക്കിക്കോണം കേട്ടോ. സേ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ ചില കുട്ടികളുണ്ട് ഹോൾ ടിക്കറ്റ് കിട്ടുമ്പോൾ നേരെ മടക്കി കൊണ്ടുവരും. അത് കറക്റ്റാണെന്നൊന്ന് വായിച്ചു നോക്കണം. അതിന് വേണ്ടിയാണ് തരുന്നത് കേട്ടോ. കറക്റ്റായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത എക്സാം തന്നെയാണോ അതിനകത്ത് വന്നിരിക്കണമെന്നൊക്കെ നിങ്ങൾ നോക്കിക്കോണം. പിന്നെ സേ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എന്ന വിദ്യാർത്ഥികളുടെ പരീക്ഷാ കേന്ദ്രം ഏതാണ് ബന്ധപ്പെട്ട പ്രിൻസിപ്പൽ പരീക്ഷാർത്ഥികളെ അറിയിക്കേണ്ടതാണ്. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. അതൊക്കെ ബാക്കി പ്രിൻസിപ്പൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ മക്കളെ, ഇതാണ് നിങ്ങൾ അറിയേണ്ട കാര്യം. സേ എക്സാം സബ്ജക്റ്റ് വിത്തൗട്ട് പ്രാക്ടിക്കൽ. പ്രാക്ടിക്കൽ ഇല്ലാത്ത സബ്ജക്റ്റിന് 150 രൂപയും പ്രാക്ടിക്കൽ ഉള്ള സബ്ജക്റ്റിന് 175 രൂപയുമാണ് ഒരു സബ്ജക്റ്റിനാണ് അടയ്ക്കേണ്ടത്. ഇംപ്രൂവ്മെൻറ്റ് എക്സാം എഴുതുന്ന കുട്ടികളാണെങ്കിൽ മക്കളെ നിങ്ങൾക്ക് 500 രൂപയാണ്. ഇംപ്രൂവ്മെൻറ്റ് എക്സാം എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് 500 രൂപയാണ്. ഒരു സബ്ജക്റ്റ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ചെയ്യാൻ ചാൻസ് ഉള്ളത് കൂടുമെന്ന് ഉറപ്പുള്ളവരുണ്ടെങ്കിൽ അത് ചെയ്തേക്കുക കേട്ടോ. പിന്നെ ഈ ഫീസിൻ്റെ ഡൗട്ട് 150 ആണോ 175 ആണോ കൊടുക്കേണ്ടതെന്ന് ഒരു ഡൗട്ടും വേണ്ട. നേരെ ഫീസുമായിട്ട് അവിടെ ചെല്ലുക. അപ്പോൾ ടീച്ചർ പറയും, നിങ്ങൾ പറയും ഞാൻ ഏതാണ്, ഇപ്പോൾ ബയോളജിയാണ് ഞാൻ ഇമ്പ്രൂവ് ചെയ്യാൻ പോകുന്നത്, അല്ലെ ബയോളജിയാണ് ഞാൻ സേ എക്സാം എഴുതാൻ പോകുന്നത്. അപ്പോൾ അവർ കണക്ക് കൂട്ടിയിട്ട് ഫീസ് പറയും. അല്ലാതെ കറക്റ്റ് പൈസയായിട്ട് അങ്ങനെ മക്കളെ നിങ്ങളൊരു 3 സബ്ജക്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആ ഒരു എമൗണ്ടുമായിട്ട് പോ, ബാക്കിയുള്ളത് തരുമല്ലോ. ഓക്കെ, അല്ലാതെ ഇത് 175 ആണോ 150 ആണോ അത് നോക്കേണ്ട കാര്യം. നിങ്ങൾ ചെല്ലുക, ഇവിടെ ചെന്ന് പറയുക ഇംഗ്ലീഷാണ് അല്ലെങ്കിൽ ഫിസിക്സ് ആണ് അല്ലെങ്കിൽ കെമിസ്ട്രി ആണെന്ന് പറയുക. അപ്പം അവിടെ കൂട്ടിയിട്ട് നിങ്ങളുടെ മാർക്ക് കൂട്ടിയിട്ട് നിങ്ങളുടെ ഫീസ് എത്രയാണെന്ന് പറയും. സർട്ടിഫിക്കറ്റിൻ്റെ ഫീസും കൂടെ നിങ്ങൾ കൊടുക്കണം കേട്ടോ. 40 രൂപ സർട്ടിഫിക്കറ്റിൻ്റെ ഫീസും കൂടെ നിർബന്ധമായിട്ടും കൊടുക്കണം. അതും കൂടെ ചേർത്തായിരിക്കും അവർ എമൗണ്ട് പറയുന്നത്. അപ്പോൾ ഓക്കെ ആണല്ലോ, ഫീസിൻ്റെ കാര്യം മനസ്സിലായല്ലോ. യെസ്. പിന്നെ പ്രധാനമായിട്ടുള്ള കാര്യം ഈ ഒരു ഡേറ്റ് ഓർത്തിരുന്നു. പലരും ചെയ്യുന്ന കാര്യമാണ്. ഡേറ്റ് കഴിഞ്ഞിട്ട് പറയും അയ്യോ മറന്നുപോയെന്ന്. മക്കളെ, ഈ സ്ഥലത്തില്ലാത്തവർ, അതായത് നമ്മുടെ പുറത്തുള്ളവർ, നമ്മുടെ രാജ്യത്തിന് പുറത്തുള്ള കുട്ടികളാണ് പലപ്പോഴും ഈ ഡേറ്റ് മറന്നു പോകുന്നത്. 27-ാം തീയതി, മെയ് 27-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. ലാസ്റ്റ് ഡേറ്റ് ഫോർ സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ ഇൻ ദ പേരൻറ് സ്കൂൾ ബൈ സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് കാൻഡിഡേറ്റ്സ്. സേ ഇംപ്രൂവ്മെൻറ്റ് എഴുതുന്ന കുട്ടികൾ 27-ാം തീയതി സ്കൂളിൽ കൊണ്ടുപോയി ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കണം. പിന്നെ 28, 29, 30, 31 ഡേറ്റ് ഉണ്ട്. പക്ഷെ അത് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. നിങ്ങൾ നോക്കേണ്ട ഡേറ്റ് 27 ട്രഷറിയിൽ പ്രിൻസിപ്പൽ അടയ്ക്കേണ്ട ഡേറ്റാണ് 28. പിന്നെ ആപ്ലിക്കേഷൻ ഫൈനോട് കൂടി 600 രൂപ കൂടി അടയ്ക്കുന്ന ഡേറ്റാണ് 29. നിങ്ങൾ അതൊന്നും നോക്കേണ്ട കാര്യമില്ല. 27 എന്ന ഡേറ്റ് ഓർത്തിരിക്കുക. ഇതൊക്കെ ബാക്കി ഡിപ്പാർട്ട്മെൻറ്റ് ലാസ്റ്റ് ഓൺലൈൻ രജിസ്റ്റർ ചെയ്യേണ്ട ടൈമാണ്. പിന്നെ ഇത് പ്രിൻസിപ്പൽ പേരൻറ് സ്കൂൾ. ഓക്കെ, ട്രഷറിയിൽ അടയ്ക്കേണ്ട ഫൈനോടുകൂടി ട്രഷറിയിൽ അടയ്ക്കേണ്ട ഡേറ്റ് ആണ്. അതൊക്കെ പ്രിൻസിപ്പൽ അടയ്ക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നിങ്ങൾ ഇത്രയും കാര്യം ഓർക്കുക. 27-ാം തീയതിയാണ് നിങ്ങളുടെ ലാസ്റ്റ് ഡേറ്റ് ഫീസ് അടയ്ക്കാനുള്ളത്. അതായത് ഇന്ന് 23, 24 ശനിയാഴ്ച, 25 ഞായർ, 26, 27 ചൊവ്വാഴ്ചക്കുള്ളിൽ അടച്ച് തീർക്കുക. നിർബന്ധമായിട്ട് അത് അറിഞ്ഞോണം. 27-ാം തീയതി അറിഞ്ഞില്ലെന്ന് പറയൽ ഫ്രണ്ട്സിനൊക്കെ അറിയിക്കുക. മക്കൾ 27-ാം തീയതി ലാസ്റ്റ് ഡേറ്റ് എന്ന് അറിയിച്ചോളൂ കേട്ടോ. പിന്നെ മറ്റൊരു കാര്യമാണ് പ്രാക്ടിക്കൽ എക്സാം എഴുതണോ. ഞാൻ ഓൾറെഡി ഇത് പറഞ്ഞ കാര്യമാണ്. അതിൻ്റെയും സർക്കുലർ വന്നിട്ടുണ്ട്. പ്രാക്ടിക്കൽ എക്സാമിനേഷൻ വിൽ ബി കണ്ടക്റ്റഡ്. എഴുതാൻ പറ്റാത്ത കുട്ടികളുണ്ടല്ലോ മക്കളെ, പനിയായിട്ടും ഒക്കെ ഇരിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ, അവർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത കുട്ടികളുണ്ടെങ്കിൽ മക്കളെ, നിങ്ങൾക്ക് 4/6 അല്ലെങ്കിൽ 5/6 ജൂൺ 4 അല്ലെങ്കിൽ ജൂൺ 5-ാം തീയതി ഓരോ ജില്ലയിലും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആലപ്പുഴയാണെങ്കിൽ ആലപ്പുഴയിൽ ഒരു സ്ഥലത്ത് ഈ എക്സാം കണ്ടക്ട് ചെയ്യും.
അവിടെ നിങ്ങൾ ചെന്ന് ഈ പ്രാക്ടിക്കൽ എക്സാം എഴുതുക. ഇപ്പോൾ എറണാകുളത്താണെങ്കിൽ അവിടെ ഒരു സ്ഥലത്ത് അത് നിങ്ങളെ അറിയിക്കുക, നിങ്ങളുടെ സ്കൂളിലെ പ്രിൻസിപ്പലിനോടോ ടീച്ചേഴ്സിനോടോ ചോദിക്കുക. അപ്പോൾ എഴുതാൻ പറ്റാത്ത വിദ്യാർത്ഥികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാനുള്ള അവസരമുണ്ട്. ഇനി ഇത് അറ്റൻഡ് ചെയ്തില്ലേ നിങ്ങളുടെ മാർക്ക് പോകും, ആബ്സെൻ്റ് എന്നായിരിക്കും വരുന്നത്. അപ്പോൾ നിർബന്ധമായിട്ടും 4-ാം തീയതി 5-ാം തീയതി എല്ലാ ജില്ലയിലും, കേരളത്തിലെ എല്ലാ ജില്ലയിലും ഒരു സെൻറ്ററിൽ വെച്ചായിരിക്കും എക്സാം നടക്കുന്നത്, നിങ്ങളുടെ സ്കൂളിൽ വെച്ചായിരിക്കത്തില്ല. ഓരോ ജില്ലയിലും നിശ്ചയിച്ചിട്ടുള്ള ഒരു കേന്ദ്രത്തിൽ വെച്ചായിരിക്കും 4-ാം തീയതി 5-ാം തീയതി എക്സാം നടക്കുന്നത്. അല്ലാതെ എല്ലാ സ്കൂളിലും ഇപ്പോൾ ഒരു കുട്ടി എക്സാം എഴുതുന്നുണ്ടെങ്കിൽ ആ സ്കൂളിൽ ഒരു ടീച്ചർ വന്ന് എക്സാം നടത്തുന്ന പരിപാടിയില്ല. ഒരു സെൻറ്ററിലായിരിക്കും എക്സാം എഴുതാത്ത വിദ്യാർത്ഥികളെല്ലാം കൂടെ അങ്ങോട്ട് ചെല്ലുക, അറ്റൻഡ് ചെയ്യുക. ഇത്രയുള്ള പരിപാടി. പ്രശ്നമൊന്നുമില്ല. അറ്റൻഡ് ചെയ്യാതെ വന്നാലേ പ്രശ്നമുള്ളൂ. നിങ്ങൾ നേരത്തെ അറ്റൻഡ് ചെയ്യില്ലെന്ന് പറഞ്ഞ് മാർക്കൊന്നും കുറയോ അങ്ങനെ ഒരു പ്രോബ്ലം ഇല്ല മക്കളെ. കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യാത്തവർ പോയി അറ്റൻഡ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ നിർബന്ധമായിട്ടും അറിയേണ്ട കാര്യങ്ങൾ. പ്രാക്ടിക്കൽ എക്സാം എഴുതണോ വേണ്ടെന്നുള്ള കാര്യം മനസ്സിലായല്ലോ. ഓൾറെഡി നേരത്തെ പ്രാക്ടിക്കൽ എക്സാം എഴുതിയ വിദ്യാർത്ഥികളാണെങ്കിൽ വീണ്ടും എഴുതേണ്ട കാര്യമില്ല. ഇത്രയും കാര്യങ്ങൾ അറിയുക മക്കളെ. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് വാങ്ങുക. ഓക്കെ. അപ്പോൾ മാത്സിൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികളുണ്ടെങ്കിൽ, കുട്ടികളുണ്ടെങ്കിൽ മക്കളെ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. താഴെ ഫീസും എല്ലാം കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഉടനെ തന്നെ, നാളെ തന്നെ നമ്മൾ ക്ലാസ് ആരംഭിക്കും. ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ എന്തായാലും നന്നായിട്ട് പഠിക്കുക. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം മക്കളെ. ഓക്കെ, ബൈ.